സഹങ്ങളെ 2025 PSSലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കുകയാണ്. കടന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസിന്റെ രഹസ്യങ്ങളിലേക്ക് മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിക്കുന്നവരുടെ മേൽ പ്രകാശം ഉദയം ചെയ്തു. ലോകം അന്ധകാരത്തിലാണ്. യുദ്ധങ്ങളും ദ്വേഷവും ദാരിദ്ര്യവും മനുഷ്യനെ മുറിവേൽപ്പിക്കുന്നു. ഈ അന്ധകാരത്തിലേക്ക് ഒരു വെളിച്ചം വരാനിരിക്കുന്നു. ദൈവം മനുഷ്യനായി ജനിക്കാനിരിക്കുന്ന നിമിഷം അടുത്തിരിക്കുന്നു. ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അങ്ങ് ആരാണ്? ദൈവത്തിന്റെ മുഖ്യദൂതനായ ഗബ്രിയേലാണ് ഞാൻ. ഭയപ്പെടേണ്ട മറിയമേ, നീ ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്നിൽ വരും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, നിന്റെ വചനം പോലെ എന്നെ ഭവിക്കട്ടെ. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൻ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇതാ മറിയവും ജോസഫും ബത്ലഹേമിലേക്കുള്ള യാത്രയിലാണ്. നമുക്കും അവരോടൊപ്പം പുറപ്പെടാം. സ്നേഹപൂർവ്വം ആഹ്ലാദപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആഘോഷങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ആദ്യം തന്നെ ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ, ക്രിസ്മസ് സീസണിൻ്റെ എല്ലാവിധമായ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വർഷമാകും. ആ വർഷത്തിൻ്റെയും എല്ലാ ആശംസകളും ക്രിസ്മസിൽ സന്ദേശം നൽകുന്നതിനാണ്. ഇതിലും ചെറിയ ഒരു ചരിത്ര കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിന, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോടു കാതോരം കേട്ടിരുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദര.
അക്കൗണ്ട് നമ്പർ പ്രത്യേകം തരുന്നതായിരിക്കും. ജോൺസൺ അച്ഛനാണ് ആദ്യത്തെ കൂപ്പൺ എടുത്തിരിക്കുന്നത്. കൂപ്പൺ നമ്പർ പറഞ്ഞോ. 14. കൂപ്പൺ നമ്പർ 14. ജോൺസൺ അച്ഛൻ ആദ്യത്തെ ക്രിസ്മസ് ട്രീ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ക്രിസ്മസ് ഫ്രണ്ടിന്റെ പേര് വിജയപുത്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഗിഫ്റ്റുമായി കൊണ്ടുവന്ന് ദേവകരകമാണ്, ചൊല്ലുറപ്പുള്ള വ്യക്തിയാണ്. അത് എത്രയും പെട്ടെന്നൊരു പങ്കാളിയെ കണ്ടുകിട്ടുന്നത്. പക്ഷേ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനെ എനിക്ക് ഇതിനു മുമ്പേ വളരെ നന്നായിട്ട് അറിയാം. എൻ്റെ ഫ്രണ്ട് ആഘോഷങ്ങൾക്ക് മാത്രം ഇവിടേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി. ഇവിടെ എല്ലാവരും പ്രിയങ്കരിയാണ്. സണ്ണിസാറിൻ്റെ ഒരു പ്രിയ പുത്രിയാണ്. എൻ്റെ ഫ്രണ്ടിന്റെ ആദ്യത്തെ അക്ഷരം എല്ലാ പുരുഷന്മാരും എല്ലാ പയ്യന്മാരും കേട്ടിട്ടുള്ള വാക്കാണ്. കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ എപ്പോൾ വന്നാലും ഈ ഒരു PSS ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ഒരു കാലത്ത് ഇവിടെ എല്ലാം ഓടിച്ചാടി നടന്നിരുന്നതാണ്. ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇത് ഞാൻ കയറി ആദ്യം വന്ന സമയത്ത് കണ്ട ഒരാളാണ്. എന്റെ ക്രിസ്മസ് ഫ്രണ്ടിനെ കുറിച്ച് എനിക്ക് പറയാൻ ഒരു വാക്കേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ക്ഷമയോടുകൂടി കുട്ടികളെ നോക്കുന്ന വ്യക്തികൾ. എനിക്ക് ഈ ഫ്രണ്ട് അധികം ആരോട് സംസാരിക്കില്ല. ക്രിസ്മസ് എൻ്റെ ഫ്രണ്ട് എപ്പോഴും PSSൽ ഉള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ സ്വന്തം മകൻ എല്ലാവർക്കും ക്രിസ്മസ് ഹാപ്പി ഇയർ. എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല. സിമ്പിളാണ്. ഒരു കാര്യത്തിൽ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ്. മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്ന് മുതൽ ഞാനിവിടെ കസ്റ്റമറായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഫ്രണ്ട് പുതിയ ആളാണ്, എന്നാലും 10 വർഷമായി ഇവിടെ. ഇവിടെയാണ് ആള്. ചില സമയത്ത് നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ കാണും, ചിലപ്പോൾ നോക്കുമ്പോൾ ഗാനമേള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഒരു വർഷത്തിൽ വലുതായിട്ട് അറിയാം. ആര്യ കെ. എൻ്റെ ഫ്രണ്ട് ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കും, പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടും. ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഫ്രണ്ടിനെ പറ്റി പറയാനാണ് ഒരുപാടുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. നല്ലൊരു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എനിക്ക് കിട്ടിയ ഫ്രണ്ട് ഈ ഗ്രൂപ്പിനകത്ത് ഇരിപ്പുണ്ട്, മനസ്സിലായി കാര്യം. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. എനിക്ക് ഫ്രണ്ടായിട്ട് നമ്മുടെ PSS തന്നെ പ്രോജക്റ്റിൽ ആദ്യമായിട്ട് കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നു. ദിനേഷ് ബാബു സാർ. ആശംസിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് കൂടുതലായിട്ട്
അച്ഛൻ, റോയി അച്ഛൻ, വിനീത് അച്ഛൻ, മറ്റ് നമ്മുടെ PSSന്റെ കുടുംബാംഗങ്ങൾ, നമ്മുടെ PSSലെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഫംഗ്ഷനിലൊന്നായിരുന്നു നന്ദി അറിയിക്കുന്നു.